പല പുരുഷന്മാരുടെയും ഒരു വലിയ പരാതിയും സംശയമൊക്കെ അവരുടെ ലിംഗത്തിന് മതിയായ നീളവും വലിപ്പവും ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു സംശയവും ഒരു ചിന്താഗതിയും ഒക്കെ ഉണ്ടാകുന്ന പ്രധാനമായിട്ടും പോൺ വീഡിയോകളിൽ നിന്നാണ്. എന്നെ വിളിക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാരും പറയുന്ന ഒരു സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത് അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കിന്ന് ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ പോകാനുള്ള സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഒക്കെ ഉണ്ട്. പക്ഷേ സുരക്ഷിതമായിട്ട് ഒരു പുരുഷൻ്റെ ലിംഗം വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെക്നോളജി ഇന്നേ വരെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്തോ ചെയ്യും? നിങ്ങളുടെ ലിംഗത്തിന് ഒരു സ്ത്രീയെ ലൈംഗികപരമായിട്ട് തൃപ്തിപ്പെടുത്താനുള്ള ഒരു കഴിവ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? എപ്പോഴാണ് ലിംഗവലിപ്പം പ്രശ്നമാകുന്നത്? ഒരു സ്ത്രീയുടെ മാറിടവും ലിംഗവലിപ്പവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അമേരിക്കയിലെ പ്രസിദ്ധ സെക്സ് തെറാപ്പിസ്റ്റായ ഡോക്ടർ ലോറൻസ് ഐ സാങ്കുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം നമ്മളുടെ വിവോക്സിൻ്റെ സഹസ്ഥാപകനും കൂടിയാണ്. ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ഈ വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ പ്രമുഖരായ സെക്സോളജിസ്റ്റുകളെയും സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? താങ്ക് യു. ലിംഗവലിപ്പം പ്രശ്നമാണോ? ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു ചോദ്യം ചോദിക്കുന്ന പുരുഷന്മാർ സ്വയം ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് തരം സ്ത്രീകളെയാണ് കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു. ചെറിയ മുലകളുള്ള സ്ത്രീകളെയാണോ, ഇടത്തരം മുലകളുള്ള സ്ത്രീകളെയാണോ, അതോ വലിയ മുലകളുള്ള സ്ത്രീകളെയാണോ എന്നായിരുന്നു. കാരണം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പല പുരുഷന്മാരും ഇത് അങ്ങനെ കാര്യമാക്കാറില്ല എന്നായിരുന്നു മറുപടി. അങ്ങനെയാണെങ്കിൽ ഇതേ ചിന്താഗതി തന്നെയാണ് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ലിംഗത്തിൻ്റെ വലിപ്പത്തെപ്പറ്റി ഉള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ഈ വലിയ മുലകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ന്യൂനപക്ഷം പുരുഷന്മാരെ പോലെ തന്നെ ഒരു വലിയ ലിംഗങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷം സ്ത്രീകളുമുണ്ട് എന്നായിരുന്നു. ഇത് പോണോഗ്രഫി പോലെയുള്ള മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ലൈംഗിക ബുദ്ധിമുട്ടുകളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിനടുക്ക് പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും നമ്മുടെ അജ്ഞതയും നമ്മുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, എന്താണ് പാർട്ട്ണർ സെക്സിന് വേണ്ട ഉത്തമ ലിംഗവലിപ്പം? ഒരു പുരുഷൻ്റെ ലിംഗത്തിൻ്റെ നീളവും വലിപ്പവും ഒക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ ഉദ്ധരിച്ച അവസ്ഥയിലാണ്, അല്ലാതെ ഉദ്ധരിക്കാത്ത അവസ്ഥയിലല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും ഒരു സ്ത്രീയെ ലൈംഗികപരമായിട്ട് തൃപ്തിപ്പെടുത്താനുള്ള ഒരു ലിംഗവലിപ്പം ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു സ്ത്രീയെ ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന അവരുടെ നെർവുകൾ സ്ഥിതി ചെയ്യുന്നത് യോനിയുടെ പുറം ഭാഗങ്ങളിലാണ്, അതായത് ക്രിസരി, വൾവ തുടങ്ങിയ പ്രദേശങ്ങളിൽ. അപ്പം ആ പ്രദേശത്തെ ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ലിംഗവലിപ്പം മതി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതായത് വലിയ നീളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. പല പുരുഷന്മാർക്കും അവരുടെ ലിംഗത്തിന് മതിയായ നീളവും വലിപ്പവും ഒന്നും ഇല്ല എന്ന് തോന്നുന്നതിൻ്റെ വേറൊരു കാരണം അത് മുകളിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്നാൽ വളരെ അപൂർവം ചില പുരുഷന്മാരിൽ മൈക്രോ പീനിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മൈക്രോ പീനിസ് എന്ന് പറയുന്ന അവസ്ഥയുള്ള പുരുഷന്മാരുടെ ഉദ്ധരിച്ച ലിംഗത്തിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് വെറും 1 അല്ലെങ്കിൽ 1.5 ഇഞ്ചോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ പ്രവേശിക്കാനുള്ള ഒരു വലിപ്പം പോലും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ ഒരു അവസ്ഥ വളരെ വളരെ അപൂർവമാണെന്നും ഇത് ക്യാൻസർ പോലെയുള്ള അസുഖത്തിന് വേണ്ടി നടത്തുന്ന സർജറിയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് പലപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറുള്ളത് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഒരു അവസ്ഥ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വലിപ്പത്തിലുള്ള ലിംഗങ്ങൾക്കും ഒരു സ്ത്രീയെ ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു.